ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇതൊരു മോർണിംഗ് സ്റ്റഡി സെഷനാണ്. ഇന്ന് ഞാൻ പഠിക്കുന്നത് ഹിസ്റ്ററിയാണ്. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ സിലബസ് അനുസരിച്ചാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ എങ്ങനെയാണ് പഠിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം ഹിസ്റ്ററി ആയിരുന്നതുകൊണ്ട് ഹിസ്റ്ററിക്ക് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിന് 10 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം 10 ടോപ്പിക്സ് അല്ലെങ്കിൽ 10 തീംസ് ആണല്ലോ. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് ഓരോ ടോപ്പിക്സ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പം അതിൻ്റെ ആ ഒരു ടോപ്പിക്കും കൂടി കവർ ചെയ്ത് പോകും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ലാസ്റ്റ് ടൈം ഓൾസോ ഐ ഡിഡ് ദ സെയിം ബിക്കോസ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് എനിക്ക് പഠിക്കാനുള്ള ടൈം കുറച്ച് കുറവായിരുന്നുകൊണ്ട് ഞാനതിന് എൻ്റെ കോളേജിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്ത കാരണം ടൈം കുറച്ച് കുറവായിരുന്നുകൊണ്ട് പിന്നെ നമ്മുടെ GK പോർഷൻസ് ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിനകത്തുനിന്ന് ഓരോരോ ടോപ്പിക്കായിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ ചോദിക്കുന്ന തീംസ് പലപ്പോഴും റിപ്പീറ്റാണ്. അപ്പം കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ആൻഡ് ഐ മാനേജ് ടു ക്ലിയർ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയും SIയുടെയും പ്രിലിംസ് കട്ട് ഓഫ്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണെന്ന്. ഇന്നിപ്പം ഞാൻ നോക്കിയത് കഴിഞ്ഞ തവണത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഫേസ് 2-ലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ കഴിഞ്ഞ തവണ ഫേസ് 1 എഴുതിയത്. അപ്പോൾ ഫേസ് 2-ലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററിയുടെ 10 ക്വസ്റ്റ്യൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ ടോപ്പിക്ക് ഞാൻ ആദ്യം തന്നെ എഴുതിയെടുത്തു. എന്നിട്ട് അതിനകത്തുനിന്ന് ഓരോരോ ടോപ്പിക്കായിട്ട് പഠിക്കാനാണ് ഞാൻ നോക്കിയത്. ഇന്ന് ഞാൻ നോക്കിയ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള അറൈവൽ ഓഫ് ദി യൂറോപ്യൻസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ. അപ്പം അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം വാട്ട് ഐ ഡിഡ് വാസ് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നതുകൊണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ ഒരു ക്ലാസ് കൂടുകയാണ് ചെയ്തത്. ആൻഡ് ഇപ്പം നമ്മൾ ക്ലാസ് ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാനിങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാനിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആ 4 സ്റ്റേറ്റ്മെൻറ്റുകളിലും പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് കവറായോ എന്ന് ഞാനിങ്ങനെ ടിക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ആ ക്ലാസ് കൊണ്ട് അത് കവറായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ടോപ്പിക്കിൻ്റെ തന്നെ ഒരു ക്ലാസ്സും കൂടി അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ ഒരു മാരത്തൺ ആയിരുന്നു. അത് കുറച്ചും കൂടെ 10th ലെവൽ +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്തിരുന്നത്.